അപ്പൊ അങ്ങനെ നമുക്ക് ഗോവി പോണം, കുറച്ച് ഡ്രസ്സ് എടുക്കണം, മൊത്തത്തില് ഗുദാ കളി. വെൽക്കം ബാക്ക് ടു ഷാക്കോ വ്ലോഗ്സ്. നട്ട ഉച്ചക്ക് കറണ്ട് വന്നു KCB കാരനെ വിളിച്ച തൊട്ടിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തോക്കാം. കാരണം അമ്പലത്തിൽ ഇതൊക്കെ തൊട്ടിലിന്റെ ആണ്. ഇതൊക്കെ തൊട്ടിലിനുള്ള സംഭവമാണ്. ഈ ട്രെയിനൊക്കെ ഇത് കാരണം ലോങ് ഓടണല്ലേ. ഓൻ പനവേലോ മുംബൈക്കല്ലേ. ആ അല്ലേ, മൊത്തത്തിൽ ഡാർക്ക്. ലൈറ്റ് വന്നോ? ഞാനിപ്പോ ഇവിടെ നിക്കണത് ഇതെന്ത് പറയാനാന്നറിയോ, ഞാൻ ഒറ്റക്കാണ്. ഇതിലൊരു കോമഡി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഞങ്ങൾ കയറിയ മറ്റേ ട്രെയിനാണ്, വിജയ എന്തോരം എക്സ്പ്രസ്. ഈ ട്രെയിനിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. ഞങ്ങൾ പോണീൻ്റെ ഇടയിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി 2 എണ്ണം ഒപ്പല്ലിട്ടാണ് ചാടി ട്രെയിൻ എടുത്തു. ഇനിയിപ്പോൾ കണ്ണൂർ പോകണം. കണ്ണൂർ അടുത്ത സ്റ്റോപ്പ്, ഞാൻ അവിടെ ഇറങ്ങും. ഇതിൻ്റെ പോണീൻ്റെ ഇടയിൽ ഇട്ടതാണ്. ഓരോരോ പണി വരണ പോയി ഇങ്ങനെ ഓർക്കുകയാണ്. ഇനിയിപ്പോൾ TTR വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. TTR വന്നു കഴിഞ്ഞാൽ കബോറ് സീനാണ്. കാരണം ഇതെന്താ ടിക്കറ്റ് എടുക്കാത്ത, എവിടുന്ന് കയറി വെച്ച് കള്ളനല്ലേ. അങ്ങനെ ഇടയ്ക്ക് സത്യങ്ങളൊക്കെ നോണ്ടേ ഞാൻ ഹാപ്പിയാണ്. ഓരോ നിമിത്തങ്ങൾ ഇതൊക്കെ മുന്നേ കരുതിയതല്ലേ നമ്മളെ കൊണ്ട് നടക്കുമോ. അപ്പുറത്തെ ട്രെയിനാണ് പോണത്. ഇവിടെ അങ്ങനെ ഇപ്പോൾ കണ്ണൂർ സ്റ്റേഷനിലെത്തി. ഇവിടെ ഇയാൾ കടന്നുറങ്ങണം. ഇവിടെ വേറെ എൻ്റെ ബാഗൊക്കെ അവിടെ ഇട്ടിട്ട് ഓല് പോയത്. പക്ഷെ ഇനിയിപ്പോൾ ഓല് വരാനൊരു 10 മണിയൊക്കെ ആവുന്നതാണ്. ഇവിടെ നല്ല ഫാനുണ്ട്. ഫാനിലിട്ട് ഇവിടെ സുഖമായാണ് കടന്നുറങ്ങാം. ഉടച്ചോനെ ഓരോരോ സൂയിപ്പ്. അതാണ് വിധിച്ചതല്ല നമുക്ക്, അത് വിധിച്ചതല്ല നമുക്ക് ഇല്ല ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല രസമുണ്ട് സ്റ്റേഷനിൽ. ഇവിടെ ഇങ്ങനെ ഇരിക്കും ഗൈസ്. മുഖം ഒന്ന് കേൾക്കണം. ഫേസ് വാഷ് ഇട്ടിട്ട് അവിടെ ഇവിടെ ചോറുണ്ട്, ചോറ് ബിരിയാണി. അതാണ് ഫേസ് വാഷ്. മെന്നിൻ്റെ ഇതിട്ടൊന്ന് കഴുകിയിട്ട് മുഖം കാണിച്ചു തരാം. ഞാൻ അങ്ങനെ കണ്ണൂരിൽ നിന്ന് ഫുഡ് കഴിച്ചാൻ പോവുകയാണ്. കുറേ നേരം പലരോടും സംസാരിച്ചു ഫോണിൽ കൂടി. ഇതെന്താ കണ്ണൂർ പുറത്തുള്ളതാട്ടിലെയും എന്താണെന്നറിയില്ല. കണ്ണൂർ ഭാഷ സീനാണ്. പിന്നെ റോഡ് സൈഡ് കൂടി കിടക്കണം. അതെ, ചെരുപ്പുണ്ട്. പുറത്തത്തെ സീനാണ്. നല്ല രസമുണ്ട് അല്ലേ. ആണ് കണ്ണൂർ. എന്തായാലും പോയോക്കാം. പൊടി ഇങ്ങനെ അടിപൊളി. അപ്പോൾ ഫൈനലി എൻ്റെ ചെക്കന്മാരെ കിട്ടിയതാ. ഇതിവിടെ കടന്നുറങ്ങണം. ഞാൻ രാവിലെ നീച്ച് ഞാൻ വേറൊരു ബോഗിയിലാണ് കയറിയത്. എന്നിട്ട് ആ ബോഗിയിൽ നിന്ന് ഇങ്ങനെ കടന്നു. സീറ്റ് എങ്ങനെയൊക്കെ അതിലൊപ്പിച്ച് കടന്ന് രാവിലെ നീച്ചപ്പോൾ ഇന്നെ തട്ടി നീപ്പിച്ചിട്ടുണ്ട്. ഈ മുതല് അതിനെ കടത്താൻ നോക്കാറ്. എന്തല്ലേ കുഷൻ സീറ്റും സൈഡ് ഫുള്ള് സെറ്റ് ഒന്നും കിടക്കണുണ്ട്. ഇപ്പം ഇതാ കാഴ്ച. കറുവാറ് എന്നുള്ള സ്റ്റേഷൻ കഴിഞ്ഞു. നെക്സ്റ്റിന് നമ്മളെ സ്റ്റോപ്പാണ്. ഏത് മോഡാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ പോണ സീനറികളൊക്കെ നല്ല രസമുണ്ട് കാണാനൊക്കെ. കാഴ്ചകളൊക്കെ നല്ല കിടിലും. മലയാളീസ് പണിക്കോണോ മലയാളീസ്. ഇതിലെന്താ പ്രത്യേകിച്ച് ഉള്ളെല്ലാവരും എല്ലാവരും
ഫുൾ ബോക്സ് കൊണ്ടാണ്, ബോക്സ് കളികളെ കളിച്ചു കാഴ്ചകൾ കണ്ട് നല്ല ഭംഗിയല്ലേ. ഈ സൈഡില് വീടും ഏസിയാണെങ്കിൽ ഒന്നുകൂടി മജ്ജ ഉണ്ടായി. കുഴപ്പമില്ല, നൈസാണ്. കാഴ്ചകളൊക്കെ ഇതിലാണേലും അവിടെ അവിടെ ലോക്കാണ്. ഓരോരുത്തർ വരുന്നു കയറണു. ഏതൊരു ടണലാണ്. അപ്പോൾ ഈ ടണൽ കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഫൈനലി വന്ന് അങ്ങനെ ഗോവെത്തി. പേര മോതിര എടാ നായ പേര് ഇതടെ മോതിര ഒന്ന്. അതായത് ചെരുപ്പ് കിഡിലോസ്കി. ഇതേതാ തുണിയാണ് എൻ്റെ പൊന്നു ടീമേ. ഫുൾ തുണി, ഇന്തോനേഷ്യൻ തുണിയാണ്, ഇമ്പോർട്ടഡ് തുണി. അതിന്മേൽ സൂം ചെയ്താൽ കാണുന്നുണ്ടോ? Look at this. And this is mud gone and stands it in the for the child in for the rest. And first of all we take the food and next the canopy is coming the എടായോ കേറിയോ? അവനെ ഇറക്കിക്ക് അങ്ങനെ പിടിച്ചാ പട്ടിനെ. ഇതെന്താ സാധനം? എന്താണ്? കാതൽ കാതൽ യാമോ ഒട്ടക്കട്ടയാ എടനായോക്കി ചുണ്ടുമ്പോ പെയിന്റാണല്ലോ. എവിടെയാ പട്ടി കയറിയത്? പട്ടിത്തേട്ടാ ഓ എ സി കയറ്റിയേ. നല്ല രസകരത്. അറിയില്ല ഓൻക്കപ്പേ പിടിച്ചത് പട്ടിക്ക. പഴിച്ചെടുക്കോട്ടെ. അങ്ങനെ നടന്നു വന്ന് അഞ്ചൂന തൊണ്ടക്കാകെ പോയി. സീനറി ഒരു രക്ഷയില്ല. തെങ്ങും ചപ്പയും പിന്നെ വേറൊന്ന് ഇങ്ങനെ 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 കുറേ അവിടെ ആൾക്കാരെ അവിടെ അങ്ങനെ നോക്കിയാൽ കാണാം ആൾക്കാരെ. പിന്നെ സീനറി അവിടെ ഇരുന്ന് കഴിക്കാം, നല്ല ഫുഡ് കിട്ടും. കിട്ടുകാരം പക്ഷെ ഇവിടെ ഇരുന്ന് ഒരു സൺസെറ്റൊക്കെ കണ്ട മൂടായിരിക്കും. അതൊരു നൈസ് മൂഡ്. ഓനെങ്ങനെ വണ്ടി അവിടേക്ക് ഇറക്കിയേ? എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ തോന്നൂ അല്ലേ? അവിടെ നോയാ നോക്കി നോക്കാ. 3 കിങ്സ് ഓല് ചെറുപ്പം മുതലേ കുട്ടികളായിരുന്നു. എന്തത് എന്തൊക്കെയാ ഒരേപോലെ ആ വീഡിയോ എടുക്കുക. വേറെ IW ഗോവയാണ് വീഡിയോ എടുക്കണേ. അപ്പൊ ഞങ്ങളിങ്ങനെ പച്ചക്കറിയാണ് വാങ്ങണത്. പച്ചക്കറിയല്ല, ഫ്രൂട്ട്സ്. ഇവിടെ 40 ഉറുപ്പിയുള്ളൂ. നമ്മള് അതേപോലെ ഇവിടുന്ന് റമദാനൊക്കെ കഴിഞ്ഞിടും. പിന്നെ അത് തേങ്ങ ഉണ്ട്, കൊട്ടത്തേങ്ങ. ചെറിയ കൊട്ടത്തേങ്ങ എടുത്താലോ 4 ഇതിന് കിലോന് 40, മുന്തിരി കിലോ 120. മുന്തിരിയാ? മുന്തിരിയാണ്. അതാ കാരട്ടോ. ചപ്പയാ പെരീന്ന് കുറച്ച് കൊടുത്താ മതിയാന്നോ? ഞാൻ എപ്പോഴേ നക്കളോട് പറഞ്ഞതാണ്. പിന്നെ തല എവിടെ? അത് നമുക്ക് കട്ട് ചെയ്യാം. പറ പറഞ്ഞ 4 साइड कटिंग है. रूम से एक नाइफ है, एडजस्ट कर दो. पूरते गुट्टा या थैंक्स.
ഇനി പൈസ അല്ലല്ലേ അത് കടിച്ചെടുക്കണതായി നമുക്ക് പോവാ ഗൈസ്. സൈഡ് താത്ത പോട്ടെ. ഇതാണ് അപ്പോൾ ഇവിടെ 200 റുപ്യൊക്കെയാണ് ചോറിന്.